ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു ഹെയർ വൈൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം ഹെയർ വൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബ്രൈഡേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്ന ആ ഗേൾസൊക്കെ വെച്ചിരിക്കുന്ന തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ വൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുത്തുകളൊക്കെ വെച്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ വൈന്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിന്ന് അതൊരു ചെറിയ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് പലതരത്തിലുണ്ട്, ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പോൾ അത് ഞാൻ ബോയിലാണ് ആ സംഭവം സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലാണ് നമ്മൾ കാണാമോ, ഇതുപോലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ വൈൻ ഇത് ഞാൻ ബോയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം ബോ വേണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് തലയിൽ സ്ലൈഡ് കുത്തിയിട്ട് വെക്കാവുന്നതാണ്. അപ്പം ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ വൈൻ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കമ്പി എന്ന് പറഞ്ഞേക്കുന്നത് 0.3 മില്ലിമീറ്റർ തിക്കിലുള്ള കമ്പിയാണ്. ഇതിനെക്കാട്ടി കൂടുതൽ തിക്നെസ്സുള്ള കമ്പിയുണ്ട്, കുറഞ്ഞ കമ്പിയുണ്ട്. അപ്പോൾ ഞാനിപ്പം ആ ഒരു കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ട് 0.3യുടെ ആ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും വാങ്ങിച്ചിരിക്കുന്നത് മോട്ടി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറിൽ നിന്നാണ്. അവിടെ മിക്കവാറും എല്ലാ ഹെയർ ബോ അക്സസറീസും മേക്കിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് എല്ലാം ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക, കമ്പി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആദ്യം നമ്മൾ ബീഡ്സ് വെച്ച് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് സൈഡും ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഗൂഗിളിലൊക്കെ തപ്പിയിട്ട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കമ്പി ഇങ്ങനെ വളഞ്ഞും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണി കൊണ്ടു കഴിഞ്ഞ് നമ്മൾ കയ്യിലൊക്കെ ഇത് കൊണ്ടു കഴിഞ്ഞ് കൈ മുറിയുന്നൊരു സംഭവമാണിത്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, കയ്യിൽ നല്ല രീതിയിൽ കൊണ്ടു കഴിഞ്ഞാൽ കയ്യിലൊക്കെ ചോര വരുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കല്ല, യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണിത്. കാരണം നല്ല മൂർച്ചയാട്ടോ ഇതിനും. പിന്നെ ഫ്യൂസ് വെയറിനും ഒക്കെ ആണെങ്കിൽ നല്ല മൂർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാട്ടോ ഞാനിത് പറയുന്നത്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ചിലപ്പം പെട്ടെന്നായിരിക്കും കയ്യിലോട്ട് വന്ന് കൊള്ളുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം കമ്പി തന്നെയാണ് ഞാൻ നേരത്തെ ഒരു ഹെയർ ബോയുടെ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹെയർ ബോ റാപ്പ് ചെയ്യാനും ഞാൻ ഇങ്ങനെ ഒരു സംഭവമായിരുന്നു, റാപ്പ് ചെയ്യാനല്ല, ഇങ്ങനൊരു സാധനമായിരുന്നു എടുത്തത്. അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബീഡ്സും നമുക്ക് ഈ ഒരു ഹെയർ വൈൻ ചെയ്യുന്നതിന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇപ്പോൾ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള, ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നി ഞാനിങ്ങനെ അത് വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. പിന്നെ ഞാനിതൊരു സംഭവം നേരത്തെ കഴിഞ്ഞ വർഷം അങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടോ ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇത് എങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് വലിയ ഹെയർ വൈനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വലിയ രീതിയിൽ കമ്പി കട്ട് ചെയ്തെടുക്കണം. കാരണം ചുറ്റി വരുമ്പോഴത്തേക്കും അവസാനം പെട്ടെന്ന് ഇത് തീർന്നു പോവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മനസ്സിലൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് ചുറ്റി വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ള കമ്പി ഇങ്ങനെ ചുറ്റി കയറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ഹെയർ വൈൻ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെയായിട്ട് തലയിൽ വെക്കാം, ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേണം നമുക്ക് തലയിൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ പ്ലെയർ വെച്ചൊന്ന് അമക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ മേളിലാട്ടോ ബോയൊക്കെ ഇരിക്കുന്നത്. ബോ ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ബോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലൊന്ന് കമ്പി വെച്ച് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പശ വെച്ച് ഒട്ടിക്കാമെന്നാണ്. പക്ഷെ പശ വെച്ച് ഒട്ടിച്ചാൽ വൃത്തികേടായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കമ്പി വെച്ചതിന് ഇപ്പോൾ ഇച്ചിരി പാടാണ് ഇതൊന്ന് ഒന്ന് ചുറ്റി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് ഈ ഒരു സംഭവം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പം നിങ്ങൾക്ക് സംഭവം ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ ഒരു ടൈമും പ്രശ്നമൊന്നുമല്ല. പിന്നെ നമ്മൾ റേറ്റ് ഇടുമ്പോഴത്തേക്കും അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ റേറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര മാത്രമേ ഉള്ളൂ.
അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ബോയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം പിന്നെന്താ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല കൂട്ടുകാരെ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ ടൈപ്പ് ഹെയർ ബോസൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പം കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ ഹെയർ ബോസൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നൊരു കാര്യമല്ലേ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെ അമ്മമാരെല്ലാവരും നമുക്ക് ഹെയർ വൈനും ബ്രൈഡൽ ഹെയർ വൈനും ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ നമുക്ക് സെല്ല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഗൂഗിളിലൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടങ്ങളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഹെയർ വൈൻ സെറ്റ് ആയിട്ടുണ്ട്. അതിന് ബോയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. നമുക്കിത് അല്ലാതെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെന്താണ്, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആവുന്നവരെ എല്ലാവർക്കും thanks for watching and thank you.